നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി കെ മധുസാറിൻ്റെ 3 സിനിമകളും ഒരു കേരളവും എന്ന ലേഖനമാണിന്ന് പരിചയപ്പെടുന്നത്. സിനിമ 20-ാം നൂറ്റാണ്ടിൻ്റെ കലയാണെന്ന് പറയാറുണ്ട്. ശാസ്ത്ര വികസനത്തിൻ്റെ അതിനൂതന സങ്കേതങ്ങൾ സിനിമയെ ഒരു സാർവത്രിക സംജ്ഞയാക്കി മാറ്റിത്തീർക്കുകയും ജ്ഞാന സമൂഹത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റേത് കലാരൂപത്തെയും അപേക്ഷിച്ച് ദൃശ്യാവിഷ്കരണത്തിലൂടെ മനുഷ്യ മസ്തിഷ്കത്തെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും സിനിമയ്ക്ക് സാധിക്കും. കലാസാഹിത്യാദി ആശയാവിഷ്കാരങ്ങളിൽ മാത്രമല്ല, ചിന്താമണ്ഡലങ്ങളിലും ഈ മാറ്റം പ്രതിഫലിക്കും. കാലങ്ങളായി രൂപപ്പെടുകയും നിലനിന്നു പോരുകയും ചെയ്യുന്ന പൊതുബോധത്തെ സംഹരിക്കാനും പുതിയതൊന്ന് നിർമ്മിച്ചെടുക്കുന്നതിനും കഴിയും. ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന സാങ്കേതികത ചിന്തയെയും സംസ്കാരത്തെയും കലയെയും രൂപാന്തരപ്പെടുത്താൻ ഉപാധിയാവുന്നു. ഗോത്ര സമൂഹത്തിൽ നിന്ന് പ്രജാസമൂഹത്തിലേക്കും പ്രജാസമൂഹത്തിൽ നിന്ന് പൗരസമൂഹത്തിലേക്കുമുള്ള പരിവർത്തന ഘട്ടങ്ങളിൽ ആശയാവിഷ്കരണത്തിൻ്റെ മണ്ഡലങ്ങൾ കല പ്രധാന ഉപാധിയായിരുന്നു എന്ന് കാണാം. അത്തരത്തിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും നവീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നമായ സിനിമ ആസ്വദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കലാരൂപമെന്ന നിലയിൽ സിനിമ അതിൻ്റെ വാണിജ്യപരത മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ മറ്റൊരു ആശയപ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വിശ്വാസയോഗ്യമായ തരത്തിൽ കഥകൾ മെനഞ്ഞെടുക്കാനും വിഭ്രമിപ്പിക്കുന്ന വിന്യാസങ്ങളിലൂടെ ആസ്വാദകരിൽ കൃത്യമായ യാഥാർത്ഥ്യബോധം സൃഷ്ടിക്കാനും സിനിമയ്ക്ക് സാധിക്കും. സിനിമ എന്ന ദൃശ്യകലാരൂപത്തിൻ്റെ ഈ വൈശിഷ്ട്യത്തെയാണ് പുതിയ കാലഘട്ടത്തിൽ അധികാരശക്തികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന ആശയത്തിനുമേൽ കരിനിഴൽ പരത്തുന്ന തരത്തിലുള്ള വിദ്വേഷ കോലാഹലങ്ങളിലേക്കും അതിലൂടെ അപകടകരമായ വർഗീയ ധ്രുവീകരണത്തിലേക്കും രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മതവിഭജനവും ജാതി ശ്രേണിയിലെ കീഴാളരോടുള്ള വിവേചനവും ഒരേ സിദ്ധാന്തത്തിൻ്റെ 2 രൂപങ്ങളാണ്. ഈ സിദ്ധാന്തത്തിൻ്റെ രാഷ്ട്രീയ രൂപകമായിട്ടാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി രാജ്യത്ത് അധികാരം നിലനിന്നു പോരുന്നത്. വർഗീയാധിഷ്ഠിതമായ സംഘടനത്തിലൂടെ വിദ്വേഷ പ്രചരണം സർവ്വതലങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. വ്യാജ നിർമ്മിതികളിലൂടെയും കള്ളപ്രചരണങ്ങളിലൂടെയും നിരന്തരം അപരരെ സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അവരോട് ശത്രുത വളർത്തിയെടുക്കുകയും അവർക്കെതിരെ നമ്മൾ ഒന്നാവുകയെന്ന സന്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഈ അപരഭീതിയാണ് പുതിയ ഭാരതത്തിൻ്റെ കാര്യപരിപാടി എന്ന ഇടയ്ക്കിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നവരെ അപരരായോ രാജ്യദ്രോഹികളായോ ചിത്രീകരിക്കാനുള്ള അവസരങ്ങൾ ഇതിലൂടെ തുറന്നു വയ്ക്കപ്പെടുന്നു. വ്യക്തിയുടെ മാത്രമല്ല, ഒരു ജനസമൂഹത്തിൻ്റെ ചിന്താമണ്ഡലത്തെ ആകെ കടന്നാക്രമിക്കാനും മലീമസമാക്കാനുമുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. അന്യതാബോധത്തിൻ്റെ വർഗീയ സംഘർഷങ്ങളുടെയും എരിതീയിൽ രാജ്യം വെന്തിരുങ്ങുമ്പോൾ പ്രശാന്തമായ ഒരു സാമൂഹ്യാവസ്ഥയും സമാധാനപരമായ ജീവിത സാഹചര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് കേരളം വേറിട്ടു നിൽക്കുന്നു. രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും വ്യത്യസ്തമായൊരു പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞത് അതുകൊണ്ടാണ്. മതവിശ്വാസവും മതമാറ്റവും മൂർച്ചയുള്ള ആയുധങ്ങളാക്കി കേരളത്തിന് നേരെ ഉന്നം വയ്ക്കുന്നതും ഇക്കാരണത്താലാണ്. വൈറസുകൾ ആരുടെയും അനുവാദം കൂടാതെയാണ് പ്രവേശിക്കുന്നത്. ജൈവകോശങ്ങൾ കടന്നുകയറി പ്രതിപ്രവർത്തനം നടത്തുമ്പോഴാണ് വൈറസുകളുടെ സാന്നിധ്യം നാം തിരിച്ചറിയുക. ജീവജാലങ്ങളിൽ മാത്രമല്ല, ആശയങ്ങളിലും ചരിത്രങ്ങളിലും സംസ്കാരത്തിലും കലയിലും എല്ലാം ഈ കടന്നുകയറ്റം ദർശിക്കാൻ ആകും. മലയാളിയുടെ പൊതുബോധത്തിൻ്റെ ആകാശങ്ങളിൽ എന്നോ ജീവനറ്റ് പോയ ഉൽക്കകളെ ഭ്രമണം ചെയ്യിപ്പിച്ച് ഇരുണ്ട സഞ്ചാരപഥങ്ങൾ സൃഷ്ടിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം. ഇത്തരത്തിൽ ആസൂത്രിതമായ ഒരു ചിന്താ പദ്ധതിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദ കേരള സ്റ്റോറി എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്ന ഹിന്ദി ഭാഷാ ചലച്ചിത്രം. ബംഗാളുകാരനായ സുദീപ്തോ സെന്നിൻ്റെ സംവിധാനത്തിൽ ഉത്തരേന്ത്യയിലെ ഗോസായി ശാലകൾ ഉൽപ്പാദിക്കപ്പെട്ട ഈ സാംസ്കാരിക ഉൽപ്പന്നം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതല്ലാത്ത ചർച്ചകൾ ഉയർത്തിവിട്ടു. പരമോന്നത നീതിന്യായ കോടതി തന്നെ തള്ളിക്കളഞ്ഞ ലവ് ജിഹാദ് എന്ന കള്ളക്കഥ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ആയുധമാക്കിയതിനെതിരെ സംസ്ഥാനം ഒറ്റ സ്വരത്തിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികൾ മതപരിവർത്തനത്തിലൂടെ രാജ്യാന്തര ഭീകര സംഘടനയുടെ താവളങ്ങളിൽ എത്തിച്ചേർന്നു എന്ന അസത്യം ഈ സിനിമ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ വഴിയോ അതിർത്തികൾ വഴിയോ മാത്രം സാധിക്കുമെന്ന ഈ ദേശാന്തര യാത്ര എങ്ങനെ സംഭവിച്ചു എന്ന യുക്തിപരമായ ചോദ്യത്തിന് മറുപടി പറയാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല. ലവ് ജിഹാദ് എന്ന പ്രയോഗം നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അത്തരമൊരു കേസ് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും 2020 ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി പാർലമെൻറ്റിൽ വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു വിഷയത്തിൽ തങ്ങളാണ് പ്രതിക്കൂട്ടിലാവുകയെന്ന തിരിച്ചറിവ് ഭരണാധികാരികൾക്കുണ്ടായി കാണണം. കേരളം ഈ നുണ വൈറസിൻ്റെ മാരകശേഷി മനസ്സിലാക്കി അതിശക്തമായ പ്രതിരോധ ദുർഗം തീർക്കാൻ തയ്യാറായി. 32,000 എന്നത് കേവലം 3 എന്ന സംഖ്യയിൽ ഒതുക്കാൻ സിനിമാ സംവിധായകൻ നിർബന്ധിതനായതും കേരളത്തിൽ ലക്ഷ്യം വെച്ച് കെട്ടിച്ചമച്ച ദുസൂചനകൾ ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ന്യായപ്പെടുത്തൽ നിർദ്ദേശിക്കേണ്ടി വന്നതും ഈ പശ്ചാത്തലത്തിലാണ്. എങ്കിൽ പോലും അയൽ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ കേരളത്തിനെതിരെ വെറുപ്പ് മാത്രം പ്രചരിപ്പിക്കുന്ന ഈ പ്രൊപ്പഗണ്ട സിനിമാ പ്രചരണോപാധിയായി മാറിയെന്നതും പ്രസക്തമാണ്. ആ പ്രൊപ്പഗണ്ട ഏശാതെ പോയി എന്നത് ആ നാട്ടിലെ ജനതയുടെ രാഷ്ട്രീയ തിരിച്ചറിവിൻ്റെ അടയാളമായി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തെ അറിയുന്നവരെല്ലാം ഈ വിഷയത്തിൽ പിന്തുണയുമായി എത്തി എന്നതും ശ്രദ്ധേയം. ലോകപ്രശസ്തനായ സംഗീതജ്ഞൻ A.R. റഹ്മാനാണ് അവരിൽ പ്രധാനി. സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഹിന്ദു പെൺകുട്ടികളുടെ വിവാഹം
കായംകുളം ചേരാപ്പള്ളി മസ്ജിദിൽ വെച്ച് ഹൈന്ദവാചപ്രകാരം നടത്തിക്കൊടുത്ത പള്ളി കമ്മിറ്റിയുടെ നടപടി കേരളത്തിൽ വിളയാടുന്ന മതമൈത്രിയുടെ ഉദാഹരണമായി അദ്ദേഹം ഉയർത്തിക്കാട്ടി. ഓസ്കാർ അവാർഡ് ജേതാവ് റസൂൽ പൂക്കുട്ടിയും നടൻ ടൊവിനോ തോമസുമെല്ലാം മലയാളക്കരയുടെ മതസൗഹാർദ്ദ മാതൃക ചൂണ്ടിക്കാണിച്ച് യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണെന്ന് പ്രഖ്യാപിച്ചു. 30 വർഷമായി മസ്ജിദ് വൃത്തിയാക്കുന്ന ഹൈന്ദവ വൃദ്ധയെ പള്ളി കമ്മിറ്റി ആദരിച്ചതും ഒരേ കമാനത്തിൻ്റെ ഇരുവശങ്ങളിൽ അമ്പലത്തിൻ്റെയും മസ്ജിദിൻ്റെയും പേരുകൾ ആലേഖനം ചെയ്ത് സ്വാഗതം ആശംസിക്കുന്നതും നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ ഐക്യവും സാഹോദര്യവും പ്രതിബിംബിക്കുന്ന നിരവധി സ്റ്റോറികൾ നിരത്തിവെച്ചുകൊണ്ടാണ് സാമൂഹിക മാധ്യമങ്ങൾ മലയാളികൾ പ്രതിരോധം തീർത്തത്. സാംസ്കാരിക പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും മാധ്യമലോകവും ഉൾപ്പെടെ മലയാളികളായ മിക്കവരും കേരളത്തിൻ്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനുള്ള ഗൂഢാലോചനയ്ക്കെതിരെ രംഗത്ത് വന്നു. കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ചലച്ചിത്ര ജീർണതയെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന കാരണത്താൽ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ പലരും ആക്ഷേപങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. കേരള സ്റ്റോറി കേരളത്തിൻ്റെ കഥയല്ല. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളോ സാംസ്കാരിക പരിസരങ്ങളിലോ ഈ സിനിമ ഒരു ചലനവും സൃഷ്ടിക്കാതെ അപ്രസക്തമായത് അതുകൊണ്ടാണ്. സിനിമാ തിയേറ്ററിൽ ആൾക്കൂട്ടം ഉണ്ടാകാൻ സൗജന്യ ടിക്കറ്റ് ഉൾപ്പെടെ ഒട്ടേറെ പ്രലോഭനങ്ങളും ആസൂത്രണം ഉണ്ടായെങ്കിലും അതൊന്നും മലയാളിയുടെ മനസ്സിനെ സ്പർശിച്ചതേയില്ല. മലയാളിയുടെ ചിന്താമൂല്യങ്ങളുടെ മേൽ ഒരു ചെറു പോർലേൽപ്പിക്കാൻ പോലും ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുമില്ല. ആധുനിക സാങ്കേതികയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കടുത്ത വർഗീയ പ്രചാരണത്തിന് തയ്യാറാക്കിയ പദ്ധതി കേരളത്തിൽ പൊളിഞ്ഞു പാളീസായി. മലയാളിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ മസ്തകത്തിൽ ഈ സിനിമ കൊണ്ട് ആഞ്ഞു പ്രഹരിക്കാൻ ലക്ഷ്യം വെച്ചവർക്ക് നിരാശരാകേണ്ടി വന്നു. ഇത് കേരളമാണെന്ന് മലയാളി ഒന്നായി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും കേരളമെന്ന് കേട്ടാൽ തിളങ്ങണം ചോര നമുക്ക് ഞരമ്പുകൾ എന്ന കവിവാക്യത്തെ അനർത്ഥമാക്കുകയും ചെയ്തു. എന്നാൽ ഇത് വെറും സിനിമയല്ല, ഒരു കലാസൃഷ്ടിയെ കലാകാരൻ്റെ ഭാവനാ സൃഷ്ടിയായി മാത്രം കണ്ടാൽ പോരെ എന്ന ചോദ്യവും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം സിനിമ ഉൾപ്പെടെയുള്ള കലാ സാഹിത്യ ആവിഷ്കാരങ്ങൾക്കും മാധ്യമങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശവാദങ്ങളും ഉയർന്നു വന്നു. ഒരു കലാകാരൻ്റെ ഭാവനയിൽ ഉരുത്തിരിയുന്ന ഇതിവൃത്തം പോലെയല്ല ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും ചരിത്ര സംഭവങ്ങൾ ആവിഷ്കരിക്കുന്ന കലാസൃഷ്ടി നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതോ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ യാഥാർത്ഥ്യങ്ങൾ കലാസൃഷ്ടികൾ പുനരാവിഷ്കരിക്കുമ്പോൾ അതിനോട് സത്യസന്ധത പുലർത്തുക ഒരു കലാകാരൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി കലാകാരൻ്റെ ഭാവനാ സൃഷ്ടി എന്നതിനപ്പുറം വർത്തമാനകാലത്തെ സാമൂഹിക പ്രശ്നങ്ങളെ തെറ്റായി പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യാജ നിർമ്മിതിയാണ്. ഈ സിനിമയെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആശങ്കാജനകമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാൾ സർക്കാർ സിനിമ നിരോധിക്കാൻ തയ്യാറായി. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സിനിമ കാണാൻ പ്രേക്ഷകരില്ലാത്ത തിയേറ്ററുകൾ പ്രദർശനം ഉപേക്ഷിച്ചു. കേരള സ്റ്റോറിയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമക്കുറിപ്പിനെ തുടർന്ന് വിദ്വേഷം ആളിക്കത്തി. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിൽ അക്കോലയിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. 13 പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ കത്തിച്ചതിൻ്റെ പേരിൽ 130 പേർ പോലീസ് പിടിയിലാവുകയും ചെയ്തു. ജമ്മു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠന ഗ്രൂപ്പുകളിലേക്ക് കേരള സ്റ്റോറിയിൽ ലിങ്ക് വന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം വലിയ സംഘർഷമായി മാറി. ഏറ്റുമുട്ടലിൽ 5 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ജവഹർലാൽ നെഹ്റു സർവകലാശാല അധികാരികളുടെയും പോലീസിൻ്റെയും സംരക്ഷണ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ തർക്കമുയർന്നു വന്നു. കേരള സ്റ്റോറി കേരളത്തിൽ വിലപ്പോയില്ലെങ്കിലും തങ്ങളുടെ വർഗീയ താവളങ്ങൾ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുക ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സ്റ്റോറിയുടെ പശ്ചാത്തലത്തെ റിയൽ കേരള സ്റ്റോറി എന്ന വിശേഷണത്തോടെ ആഘോഷിക്കപ്പെട്ട ചിത്രമാണ് വൻ താരനിരയുടെ അകമ്പടിയോടെ ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന ചിത്രം. പ്രളയകാലത്തെ മലയാളികളുടെ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായ ഐക്യത്തെ രേഖപ്പെടുത്താനാണ് ചിത്രം ശ്രമിച്ചത്. കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത വെറുപ്പും മുൻവിധിയും നിറഞ്ഞ കേരള സ്റ്റോറി ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് 2018 കേരളത്തിൻ്റെ നന്മയെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. പക്ഷേ പ്രളയകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ശരിയായ ചിത്രങ്ങൾ സിനിമയിൽ കാണാൻ കഴിഞ്ഞതേയില്ല. കേരളത്തിലും ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും ഗ്രന്ഥശാല പ്രവർത്തകരും സേനാവിഭാഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും കൈകോർത്ത് നിന്ന് ഒരുമയോടെ ഏറ്റെടുത്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചകൾ സംവിധായകൻ്റെ ഫ്രെയിമിൽ വന്നതേയില്ല. കേരളത്തിൻ്റെ യുവത്വവും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം അണിനിരന്നപ്പോഴാണ് കേരളത്തിൻ്റെ അതിജീവനം മാനവികതയുടെ മഹത്തായ ഒരു വിളംബരമായി മാറിയത്. എന്നാൽ ആ ജനകീയ പങ്കാളിത്തത്തെ അദൃശ്യവൽക്കരിച്ചത് രാഷ്ട്രീയ പക്ഷപാതിത്വം മൂലമോ ഗവേഷണത്തിൻ്റെ കുറവ് മൂലമോ സംഭവിച്ചതാകാം. കേരളത്തിൻ്റെ മാസ്റ്റർ പീസ് ആവേണ്ടിയിരുന്ന 2018 എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചെങ്കിലും കേരളത്തിൻ്റെ ചരിത്ര ഭൂമികയിൽ ഇടം പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു. എന്നാൽ സമീപകാലത്തെ മറ്റൊരു ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന സിനിമാനുഭവം ഈ സന്ദർഭത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. സാങ്കേതികയുടെ സർഗാത്മകത നിറഞ്ഞു നിൽക്കുന്ന വൈറസ് എന്ന സിനിമയാണിത്. മലയാളിയുടെ ഭാവനയിലോ ചിന്തയിലോ കടന്നു വരാത്ത ഒരു ഇതിവൃത്തം ഒരു മഹാമാരിയുടെ ദുരിതാനുഭവങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത് തന്മയത്വത്തോടെ ആവിഷ്കരിച്ചു എന്നതാണ് ആഷിഖ് അബു എന്ന സംവിധായകൻ്റെ മികവായി ഈ സിനിമയിൽ നാം കാണുന്നത്. അലസവും കലുഷിതവുമായ രാഷ്ട്രീയ നിലപാടുകളും ഭരണകൂടത്തിൻ്റെ നിസ്സംഗതയെ അനുഭവിച്ച് പരിചയമുള്ള ഒരു ജനതയുടെ മുന്നിൽ ആശാവഹമായ ഒരു പ്രതിരോധ മാതൃക തീർത്തുകൊണ്ടാണ് കേരളം നിപ്പ വൈറസിനെ തുരത്തിയത്. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ പ്രതിരോധം
മൂന്നാം ലോകരാജ്യങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഒരു മാതൃക കൂടി സൃഷ്ടിച്ചു. ശാസ്ത്രത്തിൻ്റെ അജയ്യമായ തേരോട്ടമാണിത്. ലോകത്ത് പലയിടത്തും നാശം വിതച്ച ഒരു മാരക വൈറസിനെ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ തളച്ചിട്ടു എന്നുള്ളതായിരുന്നു നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. മൂന്നാം ലോകരാജ്യത്തിലെ ഒരു പ്രവിശ്യയ്ക്ക് വികസിത രാജ്യങ്ങളുടെ രീതിയിൽ നേരിടൽ സാധ്യമാണെന്ന് കേരളം പ്രഖ്യാപിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തിൻ്റെ ഭരണകേന്ദ്രങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങളിലെ സവിശേഷതകൾ എന്തെന്ന് ലോകം തിരിച്ചറിഞ്ഞ സന്ദർഭമായിരുന്നു അത്. വൻ താരനിരയുടെ സാന്നിധ്യവും അനുഭവങ്ങളുടെ തെളിഞ്ഞ വെളിച്ചവും ഈ സിനിമ മികവുറ്റതാക്കി. മലയാളിയുടെ മനസ്സിൽ കൂടുവെച്ച മാനവിക മൂല്യങ്ങളെ മറയില്ലാതെ ആവിഷ്കാര ശൈലി കൊണ്ട് ഈ സിനിമ അനശ്വരമാക്കി. കേരളത്തിൻ്റെ സത്യസന്ധമായ കഥകൾ ഇതൊക്കെയാണെന്ന് സിനിമ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. നന്ദി.